ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷെഹാർ ലക്കൂഡ് എന്ന വെബ് സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്റെ അച്ഛന് അറ്റാക്ക് എല്ലാം വന്നതറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ചെന്നിരിക്കുന്ന ദേവിനെയാണ് കാണിക്കുന്നത്. താൻ കാരണം തന്റെ അച്ഛൻ വീണ്ടും കഷ്ടപ്പെടുന്നത് കണ്ട് ദേവിന് വളരെയധികം വിഷമമെല്ലാമാവുന്നു. ഈ സമയം നായകന്റെ ചേട്ടന്റെ ഭാര്യ അച്ഛന്റെ ഹെൽത്ത് എല്ലാം ഓക്കെ ആണെന്നും ഡോക്ടർ കുറച്ച് ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് കിട്ടുമെന്ന കാര്യം പറഞ്ഞത് നായകനോട് പറയുന്നു. അവൾ ചേട്ടന്റെ നെറ്റ് ബാങ്കിങ് പാസ്വേഡൊന്നും തന്റെ കയ്യിലില്ലെന്നും അതുകൊണ്ട് ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാനായി താൻ തന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും കുറച്ച് പൈസയെല്ലാം കടം മേടിക്കാമെന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ടതും ദേവ് തൽക്കാലം ഇപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ലെന്നും ഹോസ്പിറ്റൽ ബില്ലെല്ലാം താൻ മാനേജ് ചെയ്തോളാമെന്ന് ചേട്ടത്തിയോട് പറയുന്നു. എന്നാൽ ചേട്ടത്തി പ്രശ്നം അതൊന്നുമല്ലെന്നും ജയ്യുടെ ബാങ്ക് ബാലൻസ് ഇപ്പോൾ 0 ആയിട്ടാണ് കാണിക്കുന്നതെന്നും ആ കാശെല്ലാം എവിടേക്കാണ് പോയതെന്ന് ഇപ്പോഴും ഒരു ധാരണയായിട്ടില്ലെന്ന് നായകനോട് പറയുന്നു. അവിടെ കടിച്ചത് തിരക്കിട്ട് ഏടത്തിയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്ന ദേവിനെയാണ് കാണിക്കുന്നത്. ഈ സമയം അവരുടെ നൈബർ അവർ മാർക്കറ്റിൽ നിന്നും വരുന്ന സമയം കുറച്ച് മുഖം മൂടിയെല്ലാം വെച്ച ആൾക്കാർ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നത് താൻ കണ്ടുവെന്ന് നായകനോട് പറയുന്നു. എന്നാൽ വീടിനകത്ത് കയറിയതും എല്ലാ ഡോക്യുമെന്റ്സും വാരി വലിച്ചിട്ടിരിക്കുന്നത് കണ്ട് വന്നവർ ഏതോ പ്രധാനപ്പെട്ട ഡോക്യുമെന്റിന് വേണ്ടി വന്നതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ദേവ് ആ വീട് മുഴുവൻ പരിശോധിച്ചതിൽ നിന്നും അവന് അവിടുത്തെ ഒരു ഷെൽഫിൽ നിന്നും ഒരു കാസിനോയിലെ കോയിൻ എല്ലാം ലഭിക്കുന്നു. അവൻ അത് കിട്ടിയതും ചേട്ടത്തിയോട് ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഏട്ടത്തി ഇത് ജയ്യുടെ കോയിനായിരുന്നുവെന്നും കുറച്ചു കാലം മുമ്പ് ജയ്ക്ക് ഗാംബ്ലിങ്ങിന്റെ പ്രശ്നമെല്ലാം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ പിന്നീട് തന്റെ നിർബന്ധം കാരണം ജയ് തനിക്ക് വേണ്ടി അതെല്ലാം ഉപേക്ഷിച്ചുവെന്ന് നായകനോട് പറയുന്നു. ഈ സമയം വിവരമെല്ലാം അറിഞ്ഞുകൊണ്ട് പല്ലവി കേസ് അന്വേഷിക്കാനായി നേരെ അവരുടെ വീട്ടിലേക്ക് വരുന്നു. ദേവ് പല്ലവിയോട് ജയ്ക്ക് ഗാംബ്ലിങ്ങിന്റെ പ്രശ്നമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് കേസ് അതിലൂടെ ഒന്ന് അന്വേഷിച്ചു നോക്കാൻ വേണ്ടി പറയുന്നു. എന്നാൽ പല്ലവി ആവട്ടെ ഒരു കാര്യവുമില്ലാതെ നീയായിരിക്കും ഇതെല്ലാം ചെയ്തതെന്നും പിന്നീട് വെറുതെ ഞങ്ങളുടെ കേസെല്ലാം വഴിതിരിച്ചു വിടാൻ നോക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നായകനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. അവിടെ കച്ചിത് ദേവ് ആ നാട്ടിലെ ഗാംബ്ലിംഗ് എല്ലാം നടത്തുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് തന്റെ ചേട്ടനെ പറ്റിയെല്ലാം അന്വേഷിക്കുന്നു. അന്വേഷണത്തിനിടയിൽ ഒരു ലോക്കൽ ക്ലബിന്റെ MD നായകന്റെ ചേട്ടൻ അവർക്ക് ഒരുപാട് പൈസ എല്ലാം തരാനുണ്ടെന്നും അതുകൊണ്ടാണ് അവനെ താൻ ആളെ വിട്ടടിപ്പിച്ചതെന്ന് നായകനോട് പറയുന്നു. നായകൻ തന്റെ ചേട്ടൻ ഇപ്പോൾ മരിച്ചു പോയെന്നും അതുകൊണ്ട് ഇനി അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് ആ ക്ലബിന്റെ ഓണറോട് പറയുന്നു. എന്നാൽ അയാൾ തനിക്ക് അങ്ങനെ പൈസയൊന്നും എഴുതി കളയാൻ പറ്റില്ലെന്നും 10 ദിവസത്തിനുള്ളിൽ തന്റെ പൈസയൊന്നും ലഭിച്ചില്ലെങ്കിൽ താൻ വീട്ടിൽ വന്ന് അച്ഛനുമായി സംസാരിച്ചോളാമെന്ന് നായകനെ ഇൻഡയറക്റ്റ് ആയി ഭീഷണിപ്പെടുത്തുന്നു. അവിടെ കജിത് കൈരവ് തന്റെ ആൾക്കാരോട് ആ പൈസ നായകന്റെ വീട്ടിലില്ലെങ്കിൽ അത് വികാസിന്റെ കയ്യിലാവാനാണ് സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ആൾക്കാരോട് വികാസിനെ എങ്ങനെയെങ്കിലും അവരുടെ കാസിനോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. ഇപ്പോഴാണ് നമുക്ക് നായകന്റെ വീട്ടിൽ കയറി പരിശോധിച്ചത് കൈരവിന്റെ ആൾക്കാരായിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. അവിടെ കച്ചിത് തനിക്ക് കളഞ്ഞു കിട്ടിയ ഫോണെല്ലാം നോക്കുന്ന ദേവിനെയാണ് കാണിക്കുന്നത്. ദേവ് ആ ഫോണെല്ലാം പരിശോധിച്ചതിൽ നിന്നും അവന് അവന്റെ ചേട്ടന്റെയും കൂടാതെ മരിച്ചുപോയ ആ ഫോറിൻ ലേഡിയുടെയും ഫോട്ടോസ് എല്ലാം ലഭിക്കുന്നു. അവൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി അറിയാനായി നേരെ സന്ധ്യയെ കാണാനായി ചെല്ലുന്നു. അവൻ സന്ധ്യയ്ക്ക് ഈ ഫോട്ടോ എല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് ആ ഫോട്ടോയിൽ കാണുന്ന ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടുപരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവർ നിൽക്കുന്നത് കൈരവിന്റെ ഹോട്ടലിന്റെ മുമ്പിലാണെന്നും അതുകൊണ്ട് അവർ വേണമെങ്കിൽ ആ ഹോട്ടലിലെ ഗസ്റ്റ് ആയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആ സംസാരം ഒഴിവാക്കി വിടുന്നു. കൈരവിന്റെ ജോലിക്കാരായിട്ടുള്ള ബിയും ബൂവും കൂടി ദേവിനോട് ജാമ്യത്തിലെല്ലാം പുറത്തിറക്കിയതിന് പകരമായി വികാസിനെ കൈരവിന്റെ ഹോട്ടലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. നായകനാണെങ്കിൽ ഇപ്പോൾ ഈ കാര്യത്തിലൊന്നും തീരെ താല്പര്യമില്ലെങ്കിലും അവർ ഒരു ഉപകാരം ചെയ്തു എന്നോർത്ത് അവൻ വികാസിനെ കൊണ്ടുവരാമെന്ന് പറയുന്നു. നായകൻ വികാസിനോട് സംസാരിച്ച് കൺവിൻസ് ചെയ്ത ശേഷം അവനെ നേരെ കൈരവിന്റെ കാസിനോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവർ കാസിനോയിലെത്തിയതും കൈരവിന്റെ ജോലിക്കാർ വികാസിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഉടൻ തന്നെ നായകനോട് അവിടെ നിന്നും പോകാൻ വേണ്ടി പറയുന്നു. നായകനാണെങ്കിൽ തന്ന ജോലി ചെയ്ത സന്തോഷത്തിൽ അവിടെ നിന്നും പോകാൻ നേരം അവിടേക്ക് കുറച്ച് ഫോറിൻ ലേഡീസ് എല്ലാം വരുന്നത് കണ്ട് നായകന് അവരോട് ചോദിച്ചാൽ ആ ഫോണിൽ കിടക്കുന്ന ഫോറിൻ ലേഡീസിനെ പറ്റിയുള്ള കാര്യമെല്ലാം മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അവൻ അന്ന് രാത്രി ആരും കാണാതെ ആ ഹോട്ടലിലെ മതിലെല്ലാം ചാടിക്കടന്നുകൊണ്ട് ഒരു ഫോറിൻ ലേഡി ഒറ്റയ്ക്ക് റൂമിൽ നിൽക്കുന്നത് കണ്ടതും നേരെ അവരുടെ അടുത്ത് ചെന്നുകൊണ്ട് ആ ഫോട്ടോയിലുള്ള ലേഡി ആരാണ് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ആ ഫോട്ടോ കണ്ടതും ആ ലേഡി അവിടെ വെച്ച് ബഹളം വയ്ക്കുന്നു. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡെല്ലാം ഓടി വന്നുകൊണ്ട് നായകനെ അവർ കൈയോടെ പിടികൂടുന്നു. സെക്യൂരിറ്റീസ് നായകന് നേരെ കൈരവിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. കൈരവ് നായകനോട് നീ ഇപ്പോൾ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് തിരക്കുന്നു. നായകനാണെങ്കിൽ സത്യം പറയാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് തന്നെ പോലെയുള്ളവരെ ആരും ഇതുപോലത്തെ ലക്ഷറി കാസിനോയിലേക്ക് കടത്തിവിടില്ലെന്നും അതുകൊണ്ട് താനിതൊന്ന് ചുറ്റിക്കാണാൻ വന്നതാണെന്ന് കൈരവിനോട് കള്ളം പറയുന്നു. കൈരവാണെങ്കിൽ തന്റെ ആർഭാടമെല്ലാം പുറത്ത് കാണിക്കാൻ കിട്ടിയ അവസരമായതുകൊണ്ട് അവനെയും കൂട്ടി ഓരോ സ്ഥലങ്ങളായി കാണിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോകുന്നു. കാസിനോയുടെ ഭാഗത്തുകൂടെ നടന്നു പോകുന്ന സമയം നായകന് ജയുടെ കയ്യിലുണ്ടായിരുന്ന കോയിൻ
കൈരവിന്റെ കാസിനോയിലായിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. ബാറും കാസിനോയും എല്ലാം കാണിച്ചു കൊടുത്ത ശേഷം കൈരവ് താൻ അവിടെ ഫോറിൻ ലേഡീസിനെ എല്ലാം വെച്ച് നടത്തുന്ന ബ്രോത്തലം നായകന് കാണിച്ചു കൊടുക്കുന്നു. കൈരവ് ഇതെല്ലാം തന്റെ മുതുമുത്തച്ഛന്മാരായി ഉണ്ടാക്കിയതാണെന്നും താൻ ഇത് ഇൻഹെറിറ്റ് ചെയ്ത ശേഷം ഒരു ലക്ഷറി കാസിനോ ആക്കി മാറ്റിയതാണെന്ന് അഭിമാനത്തോടെ നായകനോട് പറയുന്നു. ഈ സമയം നായകൻ ജയ് ഇവിടെ ഗാമ്പിൾ ചെയ്യാറുണ്ടോ എന്ന് കൈരവിനോട് ചോദിക്കുന്നു. എന്നാൽ കൈരവ് ജയ് തന്റെ അക്കൗണ്ടന്റ് ആണെന്നും തന്റെ ജോലിക്കാരെ ഒരിക്കലും താൻ ഗാമ്പിൾ ചെയ്യാൻ വേണ്ടി അനുവദിക്കാറില്ലെന്ന് നായകനോട് പറയുന്നു. നായകൻ കൈരവിനോട് യാത്രയെല്ലാം പറഞ്ഞ് ഇറങ്ങാൻ നേരം നീ ഇതുവരെയും തനിക്ക് ഈ സ്ഥാപനം നടത്താൻ വേണ്ടി സഹായിക്കുന്ന വ്യക്തിയെ പരിചയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നായകനെ കൂട്ടിക്കൊണ്ടുപോയ ശേഷം ഒരു റൂമെല്ലാം തുറന്നു കാണിക്കുന്നു. ഈ സമയം ആ റൂമിനകത്ത് സന്ധ്യ ഇരിക്കുന്നത് കണ്ട് നായകൻ മൊത്തത്തിൽ ഷോക്കാവുന്നു. അവൻ സന്ധ്യ ഈ രഹസ്യങ്ങളെല്ലാം തന്നിൽ നിന്നും മറച്ചു വെച്ചോർത്ത് വളരെയധികം വിഷമത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.